കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദൈവമേ, സഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്റെ മോന് വല്ല ആപത്ത് സംഭവിച്ചു കാണും. ഇനി മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ. തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. എത്ര സുഖമില്ലെങ്കിലും പൂജയ്ക്ക് ഞാൻ തന്നെ പോകണമായിരുന്നു. എന്റെ കുഞ്ഞിനെ തനിച്ചു വിടാൻ പാടില്ലായിരുന്നു. ദൈവമേ, എന്നോട് പൊറുക്കണേ. എന്റെ മോനൊരാപത്തും വരുത്തല്ലേ. അവനെ കാത്തോളേ. മോൻ നന്നായേ വരൂ. ചെന്ന് വല്യമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. ആനന്ദവല്ലി, കഴിഞ്ഞതെല്ലാം മറന്ന് കുട്ടികളെ അനുഗ്രഹിക്കൂ. തൊട്ടുപോകരുത്. ഞാൻ അനുഗ്രഹിക്കണം അല്ലേ? നിന്നെ ഞാൻ ശപിക്കുക. ഞങ്ങൾക്ക് അപമാനം വരുത്തി വെച്ച നീ നശിച്ചു പോകൂടി. ഇവന്റെ കൂടെ പോയി ജീവിക്കാമെന്ന് നീ സ്വപ്നം കാണണ്ടടി. നീ കാലെടുത്ത് വെക്കുന്ന വീടേ കത്തിച്ചാമ്പലാകും. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയതോടെ നിന്റെ നാശം തുടങ്ങിയടാ. നീ എന്ത് ചെയ്താലും നശിച്ച് നാറാണക്കല്ലെടുക്കും. ആനന്ദവല്ലിയാ പറയുന്നേ. വാടി ഇങ്ങോട്ട് വാ. ആ സ്ത്രീ പറഞ്ഞത് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ. ഈ കുട്ടി നാടിന്റെ ലക്ഷ്മിയാ മോനെ. ഇവളെ ഭാര്യയായി കിട്ടാൻ നീ പുണ്യം ചെയ്തിട്ടുണ്ടാവും. ഇവൾ കൂടെയുണ്ടെങ്കിൽ നീ ഒരിടത്തും തോറ്റുപോകില്ല. നിങ്ങൾ സന്തോഷത്തോടെ മരണം വരെ ഒന്നിച്ച് ജീവിക്കൂ മക്കളെ. ആ സദ്യക്ക് ആളെ ഇരുത്തിക്കോളൂ. എന്തോ ഈ കാണിക്കുന്നേ? അളിയന്റെ കല്യാണം നടത്തുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാ? നീ പറയടാ. നിങ്ങൾക്ക് എല്ലാവർക്കും വലുത് ഞാനാണല്ലോ. നായക്ക് 40 തൊട്ട് നീയൊക്കെ പള്ളിക്കൊണ്ടിരുന്നില്ലേ? ഒടുവിൽ എന്തായാടാ? എവിടുന്നോ വന്നൊരുത്തൻ അവളുടെ അടുത്ത് താലിയിട്ട് കൊണ്ടുപോയി. ഇത്രയും വർഷം ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ അഭിമാനം, അന്തസ് 3 മിനിറ്റ് കൊണ്ട് ഇല്ലാണ്ടായി. ഈ നാട്ടിൽ രാജാവിനെ പോലെ തലയുയർത്തി നടന്നവനാ ഞാൻ. നീയൊക്കെ ചിലരെ കോമാളിയാക്കി. നമുക്ക് പരിഹാരം കളിയാ. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണോ? എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാ. എവിടെ കിട്ടി നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ?
നിങ്ങൾ അവന്റെ ഫോട്ടോ അടിച്ച നിമിഷം മുതൽ ഞാൻ പറഞ്ഞതാ ഇത് കൈവിട്ട കളിയാണെന്ന്. കല്യാണക്കുറിയില് അവന്റെ ഫോട്ടോ വെച്ചടിച്ചപ്പം ഞാനത് മാറ്റിയടിക്കാൻ പറഞ്ഞതാ. അപ്പോ സിറ്റിന്ന് കുഗ്രാമത്തിലേക്ക് ആര് വരാനാന്ന് വന്നില്ല. ഇപ്പം അവരാരെ കൊണ്ടുവന്നേ? എല്ലാം എല്ലാം നിങ്ങളെ പിടിപ്പേടാ. ഇല്ലാത്ത മോഹങ്ങൾ എന്റെ മനസ്സ് നിറച്ചിട്ട് അവരവളെ സ്വന്തമാക്കി. നരേന്ദ്രൻ തമ്പി ആണും പെണ്ണും കെട്ടവരാക്കി. അവൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം. അവരെ നീ എന്ത് ചെയ്യുന്ന? നാട്ടുകാർ ഒന്നടങ്കം അവന്റെ ഭാഗത്താ. നടന്നത് നടന്നു. ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്ക്. ലക്ഷ്മി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നു വിശ്വസിച്ചല്ലേ അവൾക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത്. ആ സ്വർണം അണിഞ്ഞ അവൾ കണ്ടവന്റെ കൂടെ പോകാൻ പോകുന്നത്. നിങ്ങൾ ആരും എന്താ അതേപ്പറ്റി ചിന്തിക്കാത്തത്? അതെ, അതെങ്കിലും ഞാൻ തിരിച്ചു പിടിക്കും. ആ ദൈവമേ, ഇനി ഇനി നാട്ടുകാർ മൂത്തി എങ്ങനെ നോക്കും? കരയരുത് മോളെ. ഇനി എന്തിനാ കരയുന്നേ? നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടന്നില്ലേ? ഇനി സന്തോഷിക്കേ വേണ്ടത്. ഈ നരകത്തിന്ന് എന്റെ മോള് രക്ഷപ്പെടുകയല്ലേ? ഒരുപാട് നന്ദിയുണ്ട്. ഈ വൃദ്ധയുടെ അപേക്ഷ മോൻ തള്ളിക്കളഞ്ഞില്ലല്ലോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മോനോടുള്ള കടപ്പാട് എനിക്ക് ജന്മത്തിൽ തീർക്കാനാവില്ല. ഇനിയൊരു മനുഷ്യജന്മം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക മോനോടുള്ള കടപ്പാട് തീർക്കാൻ, മോന്റെ വീട്ടുജോലിക്കാരുടെ ജന്മം തരാൻ. മുത്തശ്ശി, മോന്റെ വീട്ടുപണി ചെയ്ത് എനിക്ക് കടം വീട്ടണം. മുത്തശ്ശി അങ്ങനെയൊന്നും പറയരുത്. അതിന് മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് കൊടുത്തത്. ഞങ്ങൾക്കൊരു നിസ്സാര കാര്യമല്ല. ഞാൻ ഒന്നുകൂടി തുറന്നു പറയാ, ഇവിടെ നടന്നത് ഒരു നാടകം മാത്രമാ. മുത്തശ്ശി, നിങ്ങളുടെ കൊച്ചുമോളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാ ഞാൻ ഈ കല്യാണ നാടകം കളിച്ചത്. നിങ്ങളും ദയവ് ചെയ്ത് അതിനെ അങ്ങനെ കാണാവൂ. മോനെ, എന്തു തന്നെ ആയാലും നീ അവളുടെ കഴുത്തി താലി കെട്ടിയതല്ലേ? ഇനി ഇവള് നിന്റെ ഭാര്യയും നീ അവൾക്ക് ഭർത്താവും അല്ലേ? നാടകം കളിച്ചാൽ എങ്ങനെയാ മുത്തശ്ശി ഭാര്യ ഭർത്താക്കന്മാരാവുന്നത്? അതൊരു ആക്ടിംഗ് അല്ലേ? മുത്തശ്ശിയുടെ കൊച്ചുമകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. റിയൽ ലൈഫില് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരും അല്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടത് ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഇവളെ രക്ഷിക്കാനാ. ഞാനത് ചെയ്തു. ഇനി എനിക്കിവിടെ റോളില്ല. ഞാൻ പോവാ. മോനെ, മോനെ പോലെ മോനെ, എന്റെ കുട്ടിയെ ഉപേക്ഷിക്കല്ലേ മോനെ. എന്റെ അമ്മ നേർന്ന ഒരു പൂജ ചെയ്യാനാ ഞാൻ ഇവിടെ വന്നത്. ഇതിനിടയിൽ വന്ന് പെട്ടുപോയതാ ഞാൻ. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൊച്ചുമോളെ രക്ഷിച്ചതിന് എന്നെ ശിക്ഷിക്കരുത്. ഇങ്ങനൊന്നും പറയാതെ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കൂടെ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? എനിക്കും വീടും ബന്ധുക്കളൊക്കെ ഉണ്ട്. പൂജയ്ക്ക് വന്ന ഞാൻ ഒരു പെണ്ണുമായിട്ട് എന്ത് പറഞ്ഞ് വീട്ടിൽ തിരിച്ചു ചെന്ന് കയറും? നാട്ടുകാരുടെ മുമ്പിൽ ശരിക്കുള്ള കല്യാണമാണ് നടന്നത്. ഇനി അവളെ ഉപേക്ഷിച്ച നിങ്ങൾ അവളെ രക്ഷിച്ചതിന് ഒരു പ്രയോജനവും ഇല്ലാതാവും. എനിക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ എനിക്ക് തരൂ. ആരുടെ ആശ്രയമില്ലാതെ മുത്തശ്ശിയുടെ കൊച്ചുമകൾക്ക് ജീവിക്കാനുള്ളൊരു വഴി ഞാൻ സിറ്റിയിൽ കണ്ടെത്തി കൊടുക്കാം. ഒരു ജോലി പോരെ ഇവൾക്ക്? മോനെ,
നീ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയാ അതെന്റെ കുട്ടിയെ കൊന്നുകളയുന്നതിന് തുല്യമാ. ഇവള് മൂലം നിനക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല കുട്ടിയായ ഇവള്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. ശരി, ഞാൻ ഇവളെ കൊണ്ടുപോവാം. പക്ഷേ മുത്തശ്ശിയുടെ കൊച്ചുമോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമെന്ന് കരുതണ്ട. നീ ഭാഗ്യമുള്ള കുട്ടിയാ, എനിക്ക് ഉറപ്പാ. അല്പം വേദനിച്ചാലും ഒടുവിൽ നിനക്ക് നന്മ മാത്രമേ വരൂ. കളയാ എങ്ങനെ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടും? എന്ന് വെച്ച് നമുക്ക് ആളുകളെ നേരിട്ടല്ലേ പറ്റൂ. അത് ശരി, ഇപ്പോഴും നാണക്കേടിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുക. അവളിപ്പോ ആഭരണം ഇട്ടുണ്ടങ്ങ് പോവും. എന്ന് നീ ചെന്ന് അവളുടെ ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങളെ കഴിച്ചോണ്ട് വാ. ആനന്ദവല്ലേ, ഈ ആഭരണങ്ങളെ ഇവളുടേതാ. ഇവളുടെ അച്ഛനുണ്ടാക്കിയ മുതല്. ആരുടെ ദാനമൊന്നും അല്ല. ഇത് അഴിച്ചു വാങ്ങാനേ ആർക്കും അവകാശമില്ല. ഇതൊന്നും അവളുടെ അച്ഛനുണ്ടാക്കിയതല്ല, നരേന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. എവിടുന്നാ ആനന്ദവല്ലി നിന്റെ നരേന്ദ്രൻ ഉണ്ടാക്കിയത്? ആകാശത്തുനിന്നോ? ഇങ്ങോട്ട് പോരുമ്പോ നിന്റെ അനന്തരവൻ എന്തെങ്കിലും കൊണ്ടുവന്നോ? എന്റെ മോന്റെ സ്വത്തുക്കൾ നോക്കി നടത്തിയല്ലേ നിന്റെ നരേന്ദ്രൻ സമ്പാദിച്ചത്. നന്ദി കെട്ട നിങ്ങൾ ഇത് തന്നെ പറയണം. മുത്തശ്ശി, ആഭരണത്തിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. മോളെ നീ, ഞാനിതൊക്കെ അഴിച്ചു കൊടുത്തോളാം. മുത്തശ്ശി എന്നെ തടയരുത്. പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് കൈമാറി വന്ന ആഭരണങ്ങളാ ഇത്. ഇത് നിനക്ക് അവകാശപ്പെട്ടതാ. എന്റെ അമ്മയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ആ സ്ഥാനത്ത് ഞാൻ കണ്ടത് വല്യമ്മയാ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ സന്തോഷത്തോടെ യാത്രയാക്കണം. ഞാൻ എങ്ങനെയാടി നിനക്കമ്മയാകുന്നത്? എന്റെ ഭർത്താവെന്ന് പറയുന്നവന് നാട് നീളെ മക്കളുണ്ടായെന്ന് വെച്ച് അതുങ്ങളുടെയൊക്കെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ ആനന്ദവല്യ കിട്ടില്ല. പാല് തന്ന കയ്യിൽ തിരിഞ്ഞു കൊത്തിയ നിന്നെ കാണുന്നതേ എനിക്കറപ്പാ. കടന്നു പോ എന്റെ കൺമുമ്പിന്ന്. എവിടാന്ന് വെച്ചാ പോയി തൊലേ. മോളെ നീ വാ മോളെ. സ്നേഹമില്ലാത്തവരുടെ ശാപം ഏക്കില്ല. നീ നിറഞ്ഞ മനസ്സോടെ പോയിട്ട് വാ. വാ. മുത്തശ്ശി, ആ ഇതാര്? ശ്രീകുട്ടിയോ? അമ്മ എങ്ങോട്ടൊന്ന് വന്നേ. നീ നോക്കി ആരാ വന്നേന്ന്. ദൈവമേ, എന്റെ കൊച്ചുമോളെ. എന്താ മോളെ? എവിടെ മുത്തശ്ശിയുടെ കൊച്ചുമോൻ? രാവിലെ മുതൽ ഞാൻ സഞ്ജുവിനെ കിടന്ന് വിളിക്കുക. ഫോണ് സ്വിച്ച് ഓഫാ. രാവിലെ അവൻ കുറച്ച് അകലെയുള്ള ക്ഷേത്രത്തിൽ പോയിരിക്കുക. സഞ്ജു ക്ഷേത്രത്തിൽ പോയിരുന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. അതിനവൻ എന്നാ ഈശ്വര വിശ്വാസിയായത്? അവന് വേണ്ടി അവന്റെ അമ്മ നേർന്ന പൂജയ്ക്ക് വേണ്ടിയ മോളെ. ഇന്നാ അതിന്റെ അവസാന ദിവസം. അങ്ങനെയാണേൽ നേർച്ച നേർന്നവരല്ലേ പോവാനുള്ളേ? അവര് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. വിളിച്ചിട്ട് കിട്ടാത്തപ്പോ ഞാനാകെ ടെൻഷനായി. മോളെ,
സഞ്ജു പെട്ടെന്നിങ്ങ് വരും, ഉറപ്പാ. വന്നാലുടനെ ഞങ്ങൾ മോളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം. പോരെ, വാ. എന്റെ അപ്പച്ചിയെ ലച്ചു. ഓഹോ, നീയും ആ വീട്ടിലുള്ളതാണോ? ഞാനും ലച്ചു എപ്പോഴും കൂട്ടാ. എന്റെ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതെനിക്ക് അറിഞ്ഞൂടാ, അച്ഛമ്മയെ കാട്ടി തന്നത്. ലച്ചുനെ കൊണ്ടുപോവാൻ ഒരു രാജകുമാരൻ വരുമെന്ന് മുത്തശ്ശി എന്നും പറയും. രാജകുമാരനോ? ആ, നിങ്ങളെ രാജകുമാരൻ. എന്തൊക്കെയാ ഇവിടുത്തെ കഥകള്? എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മോനെ, കല്യാണം കഴിഞ്ഞ് ഇനി ഒരു ചടങ്ങും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാം. ഇതൊരു കല്യാണമേ അല്ലെന്ന് നിങ്ങളോട് ഞാൻ എത്ര തവണ പറയണം? എനിക്കിപ്പോ തന്നെ പോണം. ഈ ചടങ്ങും കൂടി കഴിയാതെ പോയാല് നാട്ടുകാരെന്ത് പറയും? മോൻ വാ. ഇത്രയൊക്കെ ആയില്ലേ, അതിനും കൂടി ഇനിയൊന്ന് മുഖം കാണിച്ചിട്ട് പോ. ഇനി ഇതുപോലുള്ള ചടങ്ങുകൾ വേറെ ഉണ്ടോ? ഇല്ല. വന്ന് പെട്ടുപോയില്ലേ? വാ മോനെ. കുടിക്കും മോനെ. വാങ്ങിച്ചോ മോനെ. വാങ്ങിക്കേ. പകുതി അപ്പുറത്തോട്ട് കൊടുക്കുക. ഇത് കഴിച്ചിട്ട് പകുതി അവിടെ കൊടുക്കുക. മുത്തശ്ശി വീട്ടിൽ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോയാലും മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ ആരും ഉണ്ടാവില്ല. എന്നെ ഓർത്ത് എന്റെ മോള് വിഷമിക്കരുത്. മുത്തശ്ശിക്ക് തുണയായി ദൈവമല്ലേ. എന്റെ പൊന്നുമോള് സന്തോഷത്തോടെ പോയി വാ. ഇത് കാണാനല്ലേ മുത്തശ്ശി ഇതുവരെ ജീവിച്ചത്. ഞാനിനി ഇന്നെന്റെ മുത്തശ്ശിയെ കാണും. മുത്തശ്ശി കൂടെയില്ലെന്ന് കരുതി മോള് വിഷമിക്കണ്ട. അവൻ സ്നേഹമുള്ളവനാ. എന്റെ കുട്ടിയെ ഒരു കാലത്ത് അവൻ കൈവിടിയില്ല. പിന്നെ മോളുടെ കൂടെ ദേവി ഉണ്ടാവും. മോളി വാ, പോകാനായി കാത്തിരിക്കുക. വാ. നന്ദൂട്ടാ, ലച്ചു പോവാ. എല്ലാരും വീട്ടിൽ ലച്ചു പോവാ. ലച്ചും ചേട്ടനും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. എത്ര വേഗം നിങ്ങൾ വിരുന്ന് വരണേ. ഇറങ്ങാൻ സമയായി. വാ മോളെ. മോളെ, ഇതിലൊരു ഫോണും കുറച്ച് പണവും നിനക്കുള്ള ഡ്രസ്സും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നുവിടാൻ കുഞ്ഞേട്ടൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂവെങ്കിലും നിങ്ങളുടെ കൂടെ ഒരു ജീവിതം സ്വപ്നം കണ്ട എൻ്റെ കുട്ടി ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത്. നിങ്ങൾ പറഞ്ഞതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ അവൾക്കിതൊരു നാടകമല്ല, അവളുടെ ജീവിതമാണ്. അവൾ സ്വപ്നം കണ്ട ജീവിതം. എൻ്റെ പെങ്ങളെ ഉപേക്ഷിച്ച് കളയരുത്. ലക്ഷ്മി കാറിലേക്ക് കയറ.
ചേട്ടാ. പോട്ടെ. ഇദ്ദേഹം നല്ലവനാ. എൻ്റെ മോക്ക് ഒരു ദോഷവും വരില്ല. ചെന്നാലുടൻ മോള് വിളിക്കണം, വിവരങ്ങളൊക്കെ പറയണം. വാ. ലച്ചു പോവല്ലേ? ലച്ചു പോട്ടെ മോനെ. Oh